ഹായ് അസ്സാം വലൈക്കും. വെൽക്കം ടു മൈ ചാനൽ. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമാണെന്ന് കരുതുന്നു. അൽഹംദുലില്ലാ, ഞാനും സുഖമായിരിക്കുന്നു. ഇന്ന് നമ്മൾ പുതിയൊരു വീഡിയോയുമായിട്ടാണ് വന്നിട്ടുള്ളത്. നമ്മൾ കുറച്ച് നാൾ മുമ്പ് ചാക്കിൽ നട്ടുപിടിപ്പിച്ച ചേമ്പുണ്ട്. അത് നമുക്ക് ഇന്ന് വിളവെടുക്കണം. പിന്നെ ചേമ്പ് നട്ടുപിടിപ്പിക്കുന്നത് എങ്ങനെയെന്നും നമുക്ക് നോക്കാം. അതിൻ്റെ കൂട്ടത്തിൽ ഞാൻ ഒരു കപ്പയുടെ വിളവെടുപ്പും കാണിക്കുന്നുണ്ട്. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണണം. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. മെയ് ജൂൺ മാസങ്ങളിലാണ് ചേമ്പ് നട്ടുപിടിപ്പിക്കുന്ന സമയം. എന്നാൽ നമ്മൾ ഗ്രോ ബാഗുകളിലും പാത്രങ്ങളിലും ചാക്കുകളിലുമൊക്കെ നടുമ്പോൾ അങ്ങനെ സീസണും സമയവും ഒന്നും നോക്കേണ്ട ആവശ്യമില്ല. വല്ലപ്പോഴും വെള്ളം നനച്ചു കൊടുത്താൽ മതി. അത്യാവശ്യം സൂര്യപ്രകാശം കിട്ടുന്ന സ്ഥലത്താണ് ഞാൻ ചേമ്പ് നട്ട് വളർത്തിയത്. ചേമ്പ് നട്ട് മുള വന്ന് ഒരു 10 ദിവസമാവുമ്പോൾ നമുക്ക് എന്തെങ്കിലും ചാണകപ്പൊടിയോ ജൈവ സ്ലറിയോ എന്തെങ്കിലും ഒക്കെ ഒരു വളം ഇട്ട് കൊടുക്കാം. മാത്രമല്ല, ഒരു 45 ദിവസമാവുമ്പോൾ ഇതിൻ്റെ ചുവട്ടിലേക്ക് കുറച്ച് മണ്ണ് കൂട്ടിക്കൊടുക്കണം. പക്ഷേ നമ്മൾ പാത്രത്തിനകത്തും ഗ്രോ ബാഗിനകത്തുമൊക്കെ വളർത്തുമ്പോൾ പല പരിമിതികളും ഉണ്ട്. നമ്മൾ പറമ്പിലാണ് നടുന്നതെങ്കിൽ മണ്ണ് വെട്ടിക്കോരാനും കരിയിലിട്ട് മൂടാനുമൊക്കെയുള്ള സൗകര്യങ്ങളുണ്ട്. അപ്പോൾ അവിടെ നമുക്ക് കൂടിയ വിളവും കിട്ടും. ഗ്രോ ബാഗിലാവുമ്പോൾ നമ്മുടെ ഒരു ആഗ്രഹത്തിന്, പിന്നെ അത്യാവശ്യത്തിന് ഒരു സാമ്പാറിലിടാനും ഒരു പുഴുക്കുണ്ടാക്കാനും ഒക്കെയുള്ള വിളവ് കിട്ടും. അപ്പോൾ നമുക്ക് ഇതൊന്ന് വിളവെടുത്ത് നോക്കാം. അപ്പോൾ ഇതാണ് ഞാൻ നട്ടത് കേട്ടോ. ഇതിൻ്റെ ഈ തണ്ടൊക്കെ ഉണങ്ങുമ്പോഴാണ് നമ്മൾ വിളവെടുക്കേണ്ടത്. ഇപ്പോൾ എല്ലാം ഉണങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതായിട്ട് ഒരു ഗ്രോ ബാഗ്, ഒരു ചാക്കിൽ നിന്ന് നമുക്ക് ഇത്രയും വിളവ് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിതൊരു ചെറിയ എന്താ പറയുക കഷ്ണം നട്ടതാണ്. ചെറിയൊരു വിത്ത് നട്ടാലും നമുക്ക് ഇതുപോലെ വിളവ് കിട്ടും. അപ്പോൾ അത് ഞാൻ നിങ്ങൾക്ക് കാണിക്കാം കേട്ടോ, എങ്ങനെയാണ് നട്ടതെന്ന്. അപ്പോൾ ചെറിയൊരു പാത്രത്തിലായാലും ഗ്രോ ബാഗിലായാലും ഇത്രയും വിളവ് കിട്ടുമെന്ന് നമുക്ക് മനസ്സിലായി. ഞാൻ എൻ്റെ എല്ലാ കൃഷിരീതികളും കാണിക്കുന്നത് വളരെ കുറഞ്ഞ ഇടം മാത്രം മതി. പിന്നെ തീരെ സ്ഥലമില്ല എന്ന് കരുതിയവർക്ക് പോലും കൃഷി ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഞാൻ എൻ്റെ പല കൃഷിരീതികളും കാണിക്കുന്നത്. കിലോ കണക്കിനും ടൺ കണക്കിനുമൊന്നുമില്ലെങ്കിലും ഇത്രയും ചേമ്പ് നമുക്ക് കിട്ടിയില്ലേ. അപ്പോൾ ഗ്രോ ബാഗിനകത്ത് കൃഷി ചെയ്യുന്നവർക്ക് ഇത്രയും കിട്ടുക എന്ന് പറഞ്ഞാൽ വളരെ സന്തോഷമുള്ളൊരു കാര്യം തന്നെയാണ്. അപ്പോൾ ഇനി നമുക്ക് ചേമ്പ് നടുന്നത് എങ്ങനെയെന്ന് നോക്കാം. വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. ചേമ്പ് നടാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇതുപോലെ ഒരു സിമൻറ്റ് ചാക്കാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. ഇത് അന്ന് ഞാൻ ഗ്രോ ബാഗ് ഉണ്ടാക്കുന്ന ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുപോലെ ഒരു ഗ്രോ ബാഗാക്കി മാറ്റിയതാണ്. ഇപ്പോൾ വെറുതെ ഒരു ചാക്ക് എടുത്താലും മതി കേട്ടോ. ഇനി അങ്ങനെ ആക്കിയില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. എന്നിട്ട് അതിൻ്റെ അടിയിൽ ഹോൾസ് ഇട്ട് കൊടുക്കണം, വെള്ളം കെട്ടി നിൽക്കാതിരിക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. പിന്നെ ഇതുപോലെ ഞാൻ കുറച്ച് കരിയിലയാണ് അതിലേക്ക് ആദ്യം ഇട്ട് കൊടുക്കുന്നത്. ഇപ്പോൾ കരിയില ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് കുറച്ച് ഞാനിവിടെ കിച്ചൺ വേസ്റ്റ് ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ.
അത് ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ അത് തന്നെ വേണമെന്നൊന്നുമില്ല, പച്ചപ്പുല്ലോ എന്താ നിങ്ങളെ കയ്യിലുള്ളത്. ഇപ്പോൾ കിച്ചൺ വേസ്റ്റൊക്കെ ഉണ്ടാവുമല്ലോ എന്തെങ്കിലുമൊക്കെ, അതൊക്കെ ഒരു പാത്രത്തിൽ ഇതുപോലെ ഇട്ട് വെച്ചാൽ നമുക്ക് ഇതുപോലെ ഇങ്ങനെ ഇട്ട് കൊടുക്കാം. എന്തെങ്കിലുമൊക്കെ ഇട്ട് കൊടുത്താൽ നല്ലതാണ്. എന്നിട്ട് ഇതുപോലെ ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് ഇനി ഇതാ ഇപ്പം ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ മേലെ കുറച്ച് മേൽമണ്ണ് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. കണ്ടോ, ഇതുപോലെ മേൽമണ്ണ്. മുട്ടത്തോടും പഴത്തൊലി, അപ്പോൾ നമ്മളെ കിച്ചണിൽ എന്താണുള്ളത്, ഇനിയിപ്പോൾ അതൊന്നും ഇല്ലെങ്കിൽ വെറുതെ പുല്ലോ ഉണ്ടെങ്കിൽ ഇട്ട് കൊടുത്താൽ നല്ലതാണെന്ന് മാത്രം കേട്ടോ. ഇട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഇനിയിപ്പോൾ ഇങ്ങനെ ഇതുപോലെ ഞാൻ മണ്ണ് ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മളിതൊക്കെ എടുത്ത് വെച്ചാൽ നമുക്ക് പൈസ കൊടുത്ത് വളങ്ങളൊന്നും വാങ്ങേണ്ട ആവശ്യമില്ല എന്ന് മാത്രം. പിന്നെ ഞാൻ അതിൻ്റെ മേലേക്ക് കുറച്ചും കൂടെ കരിയില ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ഞാൻ ഇനി ഇതിൽ കമ്പോസ്റ്റാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. കമ്പോസ്റ്റ് എന്ന് പറഞ്ഞാൽ 3 ഭാഗം മണ്ണ്, ചാണകപ്പൊടി, അതേപോലെ ചാരം. അപ്പോൾ നമ്മളെ കയ്യിലുള്ള എന്തെല്ലാം നമ്മുടെ കയ്യിലുണ്ടോ അതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് വെച്ചതാണ് കേട്ടോ. ഇതുപോലെ മിക്സ് ചെയ്ത് വെച്ചിട്ട് അത് നമുക്ക് അതിൻ്റെ മേലെ ഇട്ട് കൊടുക്കാം. ഇപ്പോൾ അതെല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ചാരമൊക്കെ ഉണ്ടെങ്കിൽ ഇട്ട് കൊടുത്താൽ വളരെ നല്ലതാണ്. ഇനിയിപ്പോൾ ഇല്ല എന്ന് പറഞ്ഞിട്ട് ആരും കൃഷി ചെയ്യാതിരിക്കുകയും വേണ്ട, ഇല്ലെങ്കിലും വരും. അപ്പോൾ എല്ലാവർക്കും ഇപ്പോൾ ചാരം ഉണ്ടായിക്കൊള്ളണമെന്നില്ല. ഫ്ലാറ്റിലൊക്കെ താമസിക്കുന്നവർക്കൊന്നും വിറക് കത്തിക്കാനൊന്നും മാർഗം ഉണ്ടാവില്ലല്ലോ. അപ്പോൾ ഇതുപോലത്തെ ഒരു തടയാണ് ഇപ്പോൾ ഞാൻ നടാൻ വേണ്ടി എടുത്തിട്ടുള്ളത്. ഇനി അതിൻ്റെ അടിഭാഗം അത് പഴയത് ഉണ്ടാവും കേട്ടോ, അത് നമുക്കൊന്ന് കട്ട് ചെയ്ത് കളയണം. എന്നിട്ട് അതിൻ്റെ മേൽഭാഗമാണ് തളിർപ്പ് വരുന്ന ആ ഭാഗമാണ് നട്ട് കൊടുക്കുന്നത്. ഇപ്പോൾ ഞാനത് ചെത്തി കളഞ്ഞിട്ടുണ്ട്. ഇനി ഇതൊന്ന് ക്ലീൻ ചെയ്തെടുക്കണം കേട്ടോ. അതിൻ്റെ ഉണങ്ങിയ ഇലയൊക്കെ ഒന്ന് കളഞ്ഞിട്ട് വേരെല്ലാം കളഞ്ഞ് ഇതുപോലെ കളയണം. അപ്പോൾ അതൊക്കെ കളഞ്ഞിട്ടുണ്ട്. ഇനി അവിടെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. അത് പഴയ തളിർപ്പാണ്. അപ്പോൾ ഇവിടെ കട്ട് ചെയ്യുമ്പോൾ അവിടെ നിന്ന് പുതിയ തളിർപ്പ് വരും കേട്ടോ. അതിന് വേണ്ടിയിട്ടാണ്. ഇനി ഇതിൻ്റെ അടിഭാഗം എല്ലാവരും ചാരത്തിൽ സാധാരണ മുക്കും, ഇല്ലെങ്കിൽ ചാണകപ്പൊടിയിൽ അതുപോലെ. അപ്പോൾ നമുക്കിനിപ്പോൾ അതൊന്നും കിട്ടിയില്ലെങ്കിൽ ഇതുപോലെ വെറുതെ മണ്ണിൽ കുത്തിയാലും മതി കേട്ടോ. ചാരത്തിൽ തന്നെ കുത്തണമെന്നൊന്നുമില്ല. എന്നിട്ട് ഇതുപോലെ ഇനിയിപ്പോൾ ഒന്നും വെറുതെ വെച്ച് കൊടുത്താലും അത് മുളച്ച് വന്നോളും. എന്നിട്ട് ഇനി കുറച്ചും കൂടെ കമ്പോസ്റ്റ് നമുക്ക് അതിൻ്റെ ചുറ്റും ഇട്ട് കൊടുക്കാം ഇതുപോലെ. കണ്ടില്ലേ? പിന്നെ ഇനി നമുക്ക് അതിനൊരു പുതയിട്ട് കൊടുക്കാം കരിയില കൊണ്ട്. അപ്പോൾ ഇത് അതിന് ചൂട് ഏൽക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ കരിയില ഇട്ട് കൊടുക്കുന്നത്. ഇനിയിപ്പോൾ മഴയൊക്കെ ഉണ്ടാവും, മഴയുള്ള സമയമാണല്ലോ. അതുകൊണ്ട് മഴ പെയ്തില്ലെങ്കിൽ ഒരാഴ്ചയിലോ 3 ദിവസം കൂടുമ്പോൾ എപ്പോഴെങ്കിലും ചെറുതായിട്ട് ഇതുപോലെ ഒന്ന് നനച്ച് കൊടുത്താൽ മതി കേട്ടോ. അത് തളിർത്ത് വന്നോളും. പിന്നെ തടയില്ലാത്തവർ ഇതുപോലെ കടയിൽ നിന്ന് വാങ്ങുന്ന വിത്തും നട്ട് കൊടുക്കാം കേട്ടോ. ഇവിടെ നിന്ന് മുള വരും അങ്ങനെ അവിടെ. അപ്പോൾ ഇങ്ങനത്തെ വിത്ത് നട്ടാലും നമുക്ക് ചേമ്പ് ഉണ്ടാവും. അപ്പോൾ അതിങ്ങനെ ഇതുപോലെ ചാക്ക് അതേപോലെ ഇപ്പം ഞാൻ അതേപോലെ നിറച്ചിട്ട് അതിൽ വെച്ച് കൊടുത്തിട്ട് അങ്ങനെ മേലെ കമ്പോസ്റ്റോ വളങ്ങളോ എന്തെങ്കിലും ഇട്ട് കൊടുത്താൽ മതി. ഞാൻ കപ്പ ഹാർവെസ്റ്റിംഗ് കാണിക്കാമെന്ന് പറഞ്ഞിരുന്നു. വീഡിയോ ഒരുപാട് ലെങ്തായി പോവും, സോറി. അതുകൊണ്ട് അടുത്തൊരു വീഡിയോയിൽ കാണിക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. നാളെ വീണ്ടും മറ്റൊരു വീഡിയോയുമായി വരുന്നത് വരെ എല്ലാവർക്കും ബായ്. അസ്സലാമു അലൈക്കും. താങ്ക് യു ഫോർ വാച്ചിങ്.